ചൊന്നാരെ, നിങ്ങളെ മോൻ ഏതായാലും നശിക്കാൻ തീരുമാനിച്ച് അതിന് നാട്ടുകാരെ കുട്ടികളും കൂടി ചീത്താക്കണം. എന്താ? അല്ല, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മോൻ ബാറ് കയറി തല്ലുണ്ടാക്കി. എന്റെ നജീവിന് ആ ഗോപാലൻ സാറിന്റെ ചക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ദേ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുഴിച്ചിരിക്കണേ. അല്ല, സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാറിൽ ചെന്ന് ചോദിക്ക്. ടൗണിൽ പാട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാന്ന് ഞാനെങ്ങനെയാ പറയാ? നിങ്ങൾക്ക് ഒരെണ്ണം പോയാൽ വേറെ ഉണ്ട് 2-3 എണ്ണം. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അതില്ലാണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. അച്ഛാ, നാളെ ഞങ്ങൾ റിസൾട്ട് അറിയും. എവിടെയാ തെമ്മാടി? ആര്? നിന്റെ ചേട്ടൻ അകത്തുണ്ട്. സേതു, എന്താ അച്ഛാ? നീയോ നശിച്ചു. നാട്ടുകാരുടെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ, എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താടാ ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നു. നിന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് ബാറിക്കണം തല്ലുണ്ടാക്കി. ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലുള്ളിച്ചു. നേരാണോ മോനെ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ, ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോണ്ട് പറഞ്ഞതാ ആ ചെക്കന് ഇവനുവേണ്ടി തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നേരാണോ മോനെ? ഇല്ലമ്മേ. നീ ബാറി പോയിട്ട് പോലും ഇല്ല. പോയിരുന്നു. കണ്ടോ, ബാറി പോയി കുടിക്കാനല്ല പിന്നെ എന്തിനാ? വെറുതെ എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല. ഈ നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്. എന്താടോ കറങ്ങി നടക്കുന്നേ? അനിയന്റെ റിസൾട്ട് അറിയാൻ പോയതാ. ആ, ജയിച്ചോ? ക്ലാസ് ഉണ്ട്. താൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? എന്താ മറ്റൊരു ജോസഫാനാണോ ശ്രമം? സാർ, അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ, അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ, മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയം ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ചിന്റെ നട്ടല് ഞാൻ ഓടിക്കും. ഒരു ജോസിനെ ഞാൻ വളർത്തില്ല, മനസ്സിലായടാ? നോക്കി പേടിപ്പിക്കണ്ട. ഇച്ചിരി കാശ് വേണമല്ലോ രാമകൃഷ്ണ. അയ്യോ, കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോ വന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറാണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴെ മേലിട്ട് ഞാൻ ചവിട്ടും. അടങ്ങ അവൻ തരും. ഓ, സേതുക്ക നേരിട്ട് വന്ന് ചോദിക്കാഞ്ഞിട്ടാ? അതിനാണ് സാക്ഷാൽ ആലയുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദക്ക് കച്ചവടം ചെയ്യണമെങ്കിലേ വെക്കണം വരുവാ. കൊടുക്ക്. ഹൈദ്രോസിന്റെ വായിരിക്കുന്നത് കേൾക്കാതെ. സേതുവിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിനാ. കൊടു അക്കൗണ്ടിൽ ചായം കൂടെ. എന്റെ പേര് പണം പിരിക്കുമല്ലടാ. ഹൈദ്രോസ് കടമായിട്ട് മേടിച്ചതാ. നിന്റെ എടാ നായിന്റെ പോലെ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയവനാ. നീ തല്ലിയല്ലടാ.
എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത്. ഞാൻ കേടിയല്ല, എനിക്ക് ആ പണവും വേണ്ട. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കും നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിക്കും. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പണം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ല് കൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. ആ ആ. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു, ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിരിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടിനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ സേതു നീ കാട്ടിക്കൂട്ടണേ. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ അച്ഛാ ചെയ്തു? നില്ലേ, തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. സേതു, മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. എന്ത് വേഷമാടാ? കഴുകി മടുത്തതാ, മുഴുവൻ ചെളിയായിരുന്നു. എന്താ നിന്റെ പരിപാടി? നീ വീട്ടിലേക്ക് തന്നെ പോ. പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം. പാവം എൻ്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റ് മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മനസ്സിന് മരവിപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു. ദേവിയെ കാണുന്നില്ലേ? ഇല്ല, അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട. ദീപം ദീപം അച്ഛൻ കണ്ടോ സേതുവേട്ടനെ? ഇല്ല. വന്നൂന്ന് പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വന്നാ ഇവിടെ വരാതെ പോവോ? വല്ല തല്ലും വഴക്കുണ്ടാക്കിട്ട് വന്നതാണോ? അമ്മ അവിടെ കുത്തിരി നാമം ചെല്ലണ്ടോ? കിഷമാവാ. എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2-3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസ് പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. എന്നിട്ട് ഇവനിത് എന്ത് പറ്റി എന്റെ ഈശ്വര? കേടിപ്പണം പിരിച്ചതിന്റെ തർക്കമാ. ആ, ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി.
ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ദേ ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ കാള പറ്റൂന്ന് കേട്ട് കയറെടുക്കണ്ട. അവനെ എനിക്കറിയാം, ഞാനിത് വിശ്വസിക്കില്ല. അവനാന്നോടി? ആരെയും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിയില്ലേ? ഉവ്വ, ഇപ്പൊ വന്നതാ. നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ. ഞാൻ സംസാരിച്ച് വിരോധം കൊണ്ടാണ് നിങ്ങൾ അമ്മയും മകനും തമ്മിൽ അയക്കും. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാതെ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങളാരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, മുത്തശ്ശിയുടെ സമ്മാനം. ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏട്ടനോടില്ല, ഇപ്പൊ വീട്ടിൽ വരാറില്ലെന്ന് പറഞ്ഞാൽ മതി. നീ വിഷമിക്കണ്ട. അമ്മേ, അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ.
നോക്കിക്കോ, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ. എനിക്ക് ജീവിക്കണം. ആരും കാണാതെ അതിനകത്ത് കടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. അച്ഛനാരെ, നിങ്ങൾ വിഷമിക്കണ്ട. SI ചെന്ന് വിളിച്ചപ്പോ മറുത്തൊരു അക്ഷരം പറയാതെ അവൻ കൂടെ പോന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവനെ തൊട്ടിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതല്ലേ. ആ പരമേശ്വരന്റെ 2 കൈന്റെ എല്ലാം എടുത്ത് കളയേണ്ടി വന്നു. ഒരു കണക്കിന് നന്നായി. അക്കൈ കൊണ്ട് ഇനി അവനൊന്നും ചെയ്യില്ലല്ലോ. അച്ഛനാരെ, എന്ത് ഭ്രാന്താ നിങ്ങൾ കാണിക്കുന്നത്? ലോകപ്പേടം ചത്തുവാ ഞാനാ സമാധാനം പറയണ്ടേ? ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. എനിക്കിനി അവന് വേണ്ട.